ഞങ്ങളുടെ ഇന്നത്തെ കല്യാണത്തിൻ്റെ പോരാട്ടമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിൽ വന്നു. നമ്മളിപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ദിവസം ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടി ഇരിക്കുവാണേ. ക്ഷീണിതരായി സുഹൃത്തുക്കളെ, ക്ഷീണിതരായി. എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണമൊക്കെ? നിങ്ങളുടെ രേവതി മോളുടെ കല്യാണം പറയാൻ പോലും ഉള്ളൊരു ആരോഗ്യമില്ല. ഇത്ര ക്ഷീണിതരായി, കല്യാണമൊക്കെ കൂടി ആവശ്യമായി കിടക്കുക. അതെ അതെ, പിന്നല്ല. ഒട്ടുമിക്ക എല്ലാവരും കഴിച്ചിട്ടുള്ള ഐറ്റമാണ് ഇത്. പക്ഷേ ഞാൻ ഈ സാധനം എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കഴിച്ചിട്ടില്ല. ഇതാണ് പോർക്ക്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ പോർക്ക് കഴിക്കാൻ പോകുന്നത്. ഞാൻ വന്നപ്പോഴത്തേക്കിനും അങ്കിൾ മസാല ഒക്കെ തേച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ. നമ്മുടെ പോർക്ക് കുട്ടനെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അങ്കിൾ ഇതേ കപ്പ കൊണ്ടുവന്നിട്ട് കപ്പയൊക്കെ വെട്ടിമുറിച്ച് റെഡിയാക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, എൻ്റെ നാവിൽ വെള്ളം ഊറിയിട്ട് വയ്യ. പോർക്ക് മോൻ എന്തോ എൻ്റെ ഇട്ടേ പോർക്ക് മസാല ആക്കിയിട്ടുണ്ട്. കപ്പ കഴുകി വെച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട് മോനെ കപ്പ? പുട്ടിയില്ല അത് അല്ലേ? ഇത് കുക്കറല്ലേ ഇരിക്കുന്നത്? മഞ്ഞപ്പൊടി ഫസ്റ്റ് വേറെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. മഞ്ഞപ്പൊടി ഉപ്പും ഇതൊക്കെ തിരുമ്മി വെളിച്ചെണ്ണ ഇട്ട് തിരുമ്മിയൊക്കെ മാറ്റി വെക്കണം. അതിനുള്ള സമയമൊന്നുമില്ല. അത് ശരി. കിട്ടിയല്ലോ, ടിപ്പൊക്കെ കിട്ടിയല്ലോ. യെസ്, എന്റെ കണ്ണിനെ ഈ കിടന്ന് തിളയ്ക്കുന്നേ. ഇളക്ക് മാത്രമേ ഉള്ളൂ, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇലപ്പാറയ്ക്ക് വിട്ടാലോ നമ്മുടെ പ്ലാൻ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാ, എനിക്ക് പൊക്കമില്ല. അയ്യോ, ഫാമിലി ആയിട്ട് അടുക്കളയിൽ വന്ന് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ളതാണ് കുശലം പറച്ചിൽ. അതില്ലാതെ എന്ത് കുക്കിങ്? ചൂടുവെള്ളം പോരട്ടെ. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ എന്റർടൈൻമെന്റിന് വേണ്ടി അങ്കിൾ എനിക്ക് കുറച്ച് വൈനും തന്നു. പോർക്ക്, ഇത് കപ്പ, മാറങ്ങോട്ട്, ചപ്പാത്തി, പൊറോട്ട. ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഡിന്നർ. നമ്മുടെ കുക്ക് അമ്മ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ. ഫുഡ് കഴിക്കുമ്പോഴും ഒരുപാട് കഥകൾ വേണം. കഥകളില്ലാണ്ട് എന്ത് രസം അല്ലേ? രാവിലെ പോർക്കും പൊറോട്ടയും, ചായ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഒരു ദിവസം? അടിപൊളി പോർക്ക്, കപ്പ, പൊറോട്ട, ചപ്പാത്തി, ചോറ്, മീൻകറി, വെള്ളം, ചായ. വീണ്ടും ഞാൻ ഈ സെയിം സാരിയിൽ മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് വന്നേക്കുവാണേ. എന്നാത്തിനാണെന്നറിയോ? ഞാൻ ഇന്നലെ എൻ്റെ ബാക്കി കാണുന്ന എൻ്റെ കസിൻ്റെ വീട്. ഞങ്ങൾ ഇവിടെയായിരുന്നു ഇന്നലെ സ്റ്റേ. നല്ല പോർക്കൊക്കെ അടിച്ച് ഞങ്ങൾ ഇന്നലെ ഒരു ദിവസം റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകുക. അതുകൊണ്ട് അപ്പം നല്ല ഡേ ആയിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചാൽ ഇന്നലെ അതോടുകൂടി വ്ളോഗ് എൻഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭയങ്കര അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു സംഭവമായിപ്പോൾ ഇത്. ആരും പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് നടന്നൊരു കാര്യമായിരുന്നേ. അത് കാരണം ഞങ്ങളാരും ഡ്രസ്സും എടുത്തില്ല, ഒന്നും എടുത്തില്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊള്ളാൻ. ഇവിടെ ചെന്നാലും ഞാൻ പറഞ്ഞില്ലേ, ദീസ് മമ്മിമാർ
നോക്ക് നോക്ക് നോക്ക്, വിത്ത് പറക്കുന്ന നോക്ക്. നമ്മളെ പറമ്പ് കൊണ്ട് നമ്മള് വെതറി നട്ട് കിളിപ്പിച്ചിരിക്കും. ദിവ്യ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് കൂടുന്നത് കേട്ടോ. ഭയങ്കര അടിപൊളി ദിവസമായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് തമാശയൊക്കെ പറഞ്ഞ് കുറേ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു ഈവനിങ് തീർന്നത് എങ്ങനെയാണെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പള്ളി ഏതാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഡു കമൻറ്റ് ബിലോ. നമ്മുടെ വീഡിയോ ഇന്നേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.